ഈ കഴിഞ്ഞ ബുധനാഴ്ച പെരുമ്പാവൂരിൽ റസാഖിന്റെ ഭാര്യ സജിന മരിക്കാനുണ്ടായ കാരണവും വീട്ടമ്മമാർക്കുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഈ വീഡിയോ. പതിവ് പോലെ ബുധനാഴ്ച 10 മണിക്ക് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം 2 മക്കളാണ്. മക്കളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം വീട്ടിന്റെ മുറ്റത്തുള്ള കരിയില അടിച്ചു വാരുകയും കരിയില കത്തിച്ചതിന് ശേഷം അതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് തീ പടരുകയും സജിനയുടെ വസ്ത്രത്തിൽ മുഴുവൻ തീ പിടിക്കുകയും നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തുന്നതിനുള്ളിൽ തന്നെ നന്നായിട്ട് സജിനയുടെ ശരീരത്തേക്ക് തീ പടർന്നിട്ടുണ്ടായിരുന്നു. അവസാനം നാട്ടുകാർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ 80% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം അറിയേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് 40% പൊള്ളലേറ്റാൽ പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. ആ സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ സജിന ഇന്നലെ മരിക്കുകയുണ്ടായി. അതിനുശേഷം വന്ന വീഡിയോകളിൽ എല്ലാവരും വീട്ടമ്മമാരെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം ലിക്വിഡുകൾ ഉപയോഗിച്ചിട്ട്, ലിക്വിഡുകൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണകൾ ഒഴിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള വീട്ടിന്റെ മുറ്റമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കത്തിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പ്രത്യേകിച്ച് കാറ്റും മറ്റുള്ള സമയങ്ങളിൽ, ചൂട് സമയങ്ങളിൽ തീ പിടിച്ചാൽ പെട്ടെന്ന് അത് പടരുകയും നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള കാരണമാകും. അതുപോലെ തന്നെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ വസ്ത്രങ്ങൾ, മറ്റും ഷോളുകളൊക്കെ തീയിൽ നിന്ന് സുരക്ഷിതമാക്കിക്കൊണ്ട് അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സജിനക്കുണ്ടായ അവസ്ഥ ഇനിയൊരു വീട്ടമ്മമാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആ ഒരു ചെറിയൊരു വീഴ്ച, ചെറിയൊരു അശ്രദ്ധയിലാണ് ഇന്ന് 2 മക്കൾക്ക് സജിന എന്ന് പറഞ്ഞ ഉമ്മയെ നഷ്ടമായത്. അപ്പോൾ എല്ലാവരും സൂക്ഷ്മതയോടുകൂടി തീയുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.